Do you struggle with English grammar? Tired of forgetting what are tenses, parts of speeches? Here is how to fix it. Grammar is the foundation of clear communication, whether it is for exams, emails, interviews. Good grammar builds confidence and success. Tip number 1. Learn by examples, not by just definitions. Definitions മാത്രം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പ്രസന്റ് ടെൻസ് എന്താണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നൊക്കെ. പക്ഷെ അത് എവിടെയാണ് പ്രാക്ടിക്കലി യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. അത് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെൻസ് ഒരു പ്രശ്നമേ ഇല്ല. ടെൻസ് നമുക്ക് അത്യാവശ്യമാണ്, നമ്മളത് എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിലും ഒക്കെ. സോ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് ക്ലിയർ ചെയ്യും. ടിപ്പ് നമ്പർ 2. പ്രാക്ടീസ് 1 റൂൾ അറ്റ് എ ടൈം. എന്ന് വെച്ചാൽ ഒരു ടെൻസ് പഠിക്കുകയാണെങ്കിൽ ആ ടെൻസ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആർട്ടിക്കിൾ പഠിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ് ആക്കി പഠിക്കുന്ന സമയത്ത് നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും. അധികം ആളുകളും എക്സാം സമയത്ത് കുറേ ഗ്രാമർ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ആവുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പാസീവ് വോയിസും അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചും. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാറുണ്ട്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കൃത്യമായിട്ടും ഫോളോ ചെയ്യുക. ടിപ്പ് നമ്പർ 3. റീഡ്, സ്പീക്ക് ആൻഡ് റൈറ്റ്. ഗ്രാമർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ എന്തായാലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. വായിക്കുന്ന സമയത്ത് നിങ്ങൾ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഔട്ട്കമ്മുകൾ എഴുതി ശീലിക്കുക. അതാണ് നമ്മൾ ഗ്രാമർ ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഡോണ്ട് ബി എഫ്രെയ്ഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് വരുത്തിയിട്ടാണ് എല്ലാ ആളുകളും പഠിക്കുന്നത്. ഏറ്റവും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് വരെ ഗ്രാമർ മിസ്റ്റേക്സ് വരാം. സോ ആ ഒരു ഡെയർനെസ് നിങ്ങൾ കാണിക്കണം. സംസാരിക്കാനും എഴുതാനുമുള്ള ആ ഒരു ധൈര്യം കാണിച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും.